സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവാനും അതുപോലെ തന്നെ വിജയം ഉണ്ടാവാനും ഹെൽത്ത് മെച്ചപ്പെടാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഫുങ്ഷോ പ്രകാരം നമുക്ക് ഒരു സ്വീകരണ മുറി എങ്ങനെ അലങ്കരിക്കാം എന്ന് നോക്കാം. സൗത്ത് ഈസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ലക്കി ബാമ്പു വയ്ക്കാം. സൗത്ത് വെസ്റ്റിൽ നിങ്ങൾക്ക് 2 ക്രിസ്റ്റൽ ബോളുകൾ ഇടാം. സൗത്തിൽ ഒരു വിക്ടറി ഹോഴ്സ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വെസ്റ്റിൽ വന്നിട്ട് ഒരു ആനയുടെ ചിത്രമോ പ്രതിമയോ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നോർത്ത് വെസ്റ്റിൽ നമുക്ക് ഒരു പെൻഡുലം ക്ലോക്ക് വയ്ക്കാം. നോർത്തിൽ നമുക്ക് ഒരു വാട്ടർഫാൾസിന്റെ ചിത്രം വയ്ക്കാം. നോർത്ത് ഈസ്റ്റിൽ ഒരു ക്രിസ്റ്റൽ ഗ്ലോബ് വയ്ക്കാം. ഈസ്റ്റിൽ വന്നിട്ട് ഒരു മെഡിസിൻ ബുദ്ധയുടെ ചിത്രം വയ്ക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു സ്വീകരണ മുറിയെ അലങ്കരിക്കാനായിട്ട് സാധിക്കും. ഇത് ഫംഗ്ഷയുടെ ഓരോ പ്രോസ്പെരിറ്റി സിമ്പലുകളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒത്തിരി നല്ല റിസൾട്ടുകൾ നമുക്ക് കിട്ടാനായിട്ട് നല്ലതാണ്. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവാനും അതുപോലെ തന്നെ വിജയം ഉണ്ടാവാനും ഹെൽത്ത് മെച്ചപ്പെടാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഗൃഹനാഥൻ്റെ അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ അറിവിനും വേണ്ടിയൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്.